ഇപ്പോൾ ഒരു സ്ത്രീ ജാതകത്തിലാവട്ടെ ഒരു പുരുഷ ജാതകത്തിലാവട്ടെ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമായിക്കോട്ടെ, ആ വ്യാഴം ഗുളികഭവനാധിപനാണെങ്കിൽ ആ ഗുളികഭവനാധിപനായിട്ടുള്ള വ്യാഴത്തിന് ഏതെങ്കിലും ഒരു പാപഗ്രഹത്തിന്റെ ഒരു ദൃഷ്ടി ഉണ്ടെങ്കിൽ അയാൾ അപകടകാരിയായി തീരും. ആ കുട്ടിയുടെ ജാതകത്തിൽ 7 വ്യാഴം ഒന്നാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവ് മരിക്കുകയോ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിസർഗ വിഷയത്തിലും അങ്ങ് കാണിച്ച ഈ ഫലത്തിലേക്ക് തട്ടുന്ന ഈ ദോഷങ്ങള് ഏതേത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഗ്രഹം ഭാവത്തിലേക്ക് ദോഷം ചെയ്യുന്നു. അതാണല്ലോ ഭാവത്തിനാണല്ലോ അതിന്റെ ദോഷം, ബലത്തിലല്ലല്ലോ. ഭാവത്തിന് ബലം ഗണിക്കുമ്പോൾ ബലം കൂട്ടുകയും ചെയ്യും. ഇപ്പൊ ലഗ്നത്തിന്റെ ബലം, ബുധന്റെ ബലം ലഗ്നത്തിന്റെ ബലമായിട്ട് കൂട്ടും നമ്മൾ. ദോഷചിന്തക്കാണ് ഗുളിക ഭവനാധിപത്യം നമുക്കിപ്പോ കണക്കാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു സംശയമാണ്. ഇത് ചെറിയ സംശയം ചോദിച്ച് എന്നെ പിടിച്ചിട്ട് മുറുക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അതുകൊണ്ട് അല്ലല്ല, അതുകൊണ്ട് പ്രയോജനമില്ല. ഇവിടെ നിങ്ങളുടെ ഫലത്തിലേക്ക് തന്നെയാണ് ഈ ചോദ്യം. പക്ഷെ അങ്ങേക്ക് ഒരു ഇതല്ല. ഈ ഇടവരാശിലക്തമായിട്ട് തൽക്കാലം ദോഷവത്തായ ഒരു ഗ്രഹം ഭാവദൃഷ്ടനായിട്ട് വന്നു ബുധൻ. അല്ലെങ്കിൽ ഈ ഒരു ആദ്യത്തെ വിഷയം ചിന്തിക്കാൻ ലഗ്നഭാവത്തിന് വല്ല ചർച്ചയും വേണ്ടി വരും. ഒരു ആദ്യത്തെ വിഷയം ഇടവത്തിൽ ലഗ്നം ഭാവത്തിന് ആ ദോഷം ഉണ്ടെങ്കിൽ ലഗ്നം ഈ സ്ഥലമാണല്ലോ, സ്ഥാനം മാനം ഇതൊക്കെ ചിന്തിക്കേണ്ട. അല്ല, ആ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സനൽ ജ്യോതിഷരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ നമ്മൾ പോകുന്നത് ഒരു കർക്കിടക രാശി ഇടവരാശിയെ കൊണ്ടാണോ കർക്കിടക രാശിയെ കൊണ്ടാണോ ഈ പ്രശ്നത്തിന്റെ സമഗ്രമായ ചിന്ത ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിഷയത്തിനെ സംബന്ധിച്ചൊരു ഫലം. അപ്പം ബലവിഷയത്തെ സംബന്ധിച്ച്, ബലത്തിനെ സംബന്ധിച്ച് ഗണിത വിഷയത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് 2 ചർച്ചകളാണ് വേണ്ടത്. ഇവിടെ ഇപ്പം വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി അല്ലെ, ഷഷ്ടി സപ്തമി എന്ന് പറയുന്നതാണ്. ചന്ദ്രനില് നമ്മൾക്ക് മധ്യബലവാനാണ് ചന്ദ്രൻ അല്ലെ. പഞ്ചമി കഴിഞ്ഞ് മധ്യബലവാനാണ് ചന്ദ്രൻ. അതെ, ഷഷ്ടി കഴിഞ്ഞു, സപ്തമി പൂർണ്ണമായിട്ടില്ല. ഞങ്ങളുടെ ഭാഷയിൽ 15 കലകളേ ഉള്ളൂ. നിങ്ങളുടെ തന്ത്രത്തിന്റെ ഭാഷയിൽ ചന്ദ്രൻ 16 കലയുണ്ട് അല്ലെ. 16 കലയുണ്ട് ചന്ദ്രന്. ഈ 16 കല എന്ന് പറയണമെങ്കിൽ 1ാമത്തെ കല മുഴുവനും ഭുജിച്ചാൽ മാത്രമേ ആ തരത്തിൽ. ഷഷ്ടി കഴിഞ്ഞു, 6 മുഴുവനും കഴിച്ചു, 7ാമത്തത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണല്ലോ അല്ലേ. അപ്പൊ അതാണ് ചന്ദ്രനെ സംബന്ധിച്ചുള്ള മധ്യബലമാണ്. മധ്യബലം അംഗീകരിക്കാമല്ലോ. പറഞ്ഞല്ലോ സാർവത്രികമായിട്ട് ശുക്ലാഷ്ടമി അർദ്ധാധാരഭ്യ, ശുക്ലാഷ്ടമി അർദ്ധാധാരഭ്യ കൃഷ്ണാഷ്ടമി അർദ്ധപര്യന്തം ചന്ദ്രഃ പൂർണ്ണഃ പരദക്ഷിണഃ. അല്ലാത്ത സമയത്ത് ആപേക്ഷികമാണ്. അപ്പൊ മധ്യബലമാണ്. പൂർണ്ണത്വം അഷ്ടമി മുതലേ തുടങ്ങിയിട്ടുള്ളൂ സമ്മതമായിട്ടല്ലേ, ഒരു സർവസമ്മത നിയമം. പിന്നെ അപ്പം അതില് സ്വക്ഷേത്രം എന്നുള്ള ഒരു ബലം ഗുണമുണ്ട്. സ്വക്ഷേത്രത്തിന് ഒരു ഗ്രഹത്തിന് കിട്ടാവുന്നത് ഔട്ട് ഓഫ് 60 60ൽ 30 ബലമാണ് അല്ലെ. സ്വച്ഛരൂപം ചരണരഹിതം സ്വത്രികോണേ സ്വഭേ അർദ്ധം 30 ബലമാണ് ചന്ദ്രന് കിട്ടാൻ. ആ ചന്ദ്രൻ നീചാംശകത്തിൽ തന്നെ നീചാംശകത്തിൽ തന്നെ ഈ കിട്ടിയുള്ളതിന്റെ പകുതി കുറയ്ക്കണം. 15. ഇപ്പൊ ചന്ദ്രനിൽ നിങ്ങൾക്ക് പരമാവധി കാണിക്കാൻ പറ്റുന്ന ബലം 45. ഇനി ഉദയരാശിയിലേക്ക് പോയി കഴിഞ്ഞാൽ വ്യാഴദൃഷ്ടി, ഉദയരാശിയിൽ നിൽക്കുന്ന ഉദയരാശിയുടെ അധിപനായിട്ടുണ്ടാവുന്ന ഗ്രഹം ശുക്രനാണ് അല്ലെ. ഉദയരാശിയുടെ അധിപതി ചന്ദ്രനാണ്, ആരൂഢത്തിന്റെ അധിപതി ശുക്രനാണ്. അതെ. ഇപ്പൊ ഗ്രഹം സ്വച്ഛേ രൂപം ഉച്ചരാശിയിൽ അതിന് 60 ബലമാണ്.
ഈ ഒരു വ്യത്യാസം ആരൂഢ ഉദയ നാഥന്മാര് തമ്മിൽ ആരൂഢത്തിനും ഉദയത്തിനും അധിപനെ കൊണ്ട് ആരൂഢത്തിൽ തന്നെ ബലം സിദ്ധിക്കും. ഇനി ഇതിൽ നിന്ന് വർദ്ധിപ്പിക്കണം മൂലക്ഷേത്രാംശകത്തെ. അപ്പൊ ഇപ്പൊ തന്നെ പൂർണ്ണ ബലമുണ്ട്, 60 ഉണ്ട്. അതിൽ നിന്ന് വർദ്ധിപ്പിക്കണം മൂലക്ഷേത്രത്തെ. സ്ഥാനബലത്തിൽ തന്നെയാണ്, സ്ഥാനബലം തന്നെയാണ്. അപ്പൊ സ്ഥാനബലത്തിൽ സ്വച്ഛരൂപം ചരണരഹിതം സ്വത്രികോണെ 45 വർദ്ധിപ്പിക്കണം. ശുക്രനിൽ തന്നെ 45 വർദ്ധിപ്പിക്കണം. ഇതിൽ നിന്ന് ചൊവ്വയിൽ കുറയ്ക്കാനുള്ളത് നിങ്ങൾക്ക് കുറയ്ക്കാം. 30, 40, 50 ഒക്കെ കുറച്ചു. എത്രയോ കുറയ്ക്കേണ്ടത് വെച്ചാൽ കുറച്ചു. ചൊവ്വയിൽ വ്യാഴത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്രയാണോ വർദ്ധിപ്പിക്കേണ്ടത് അത് മുഴുവൻ വർദ്ധിപ്പിച്ചോളൂ. വ്യാഴത്തിൽ നിന്ന് ഈ ഉദയരാശിക്ക് വ്യാഴത്തെ കൊണ്ട് വർദ്ധിപ്പിക്കാനുണ്ട്. എങ്ങനെയാ വർദ്ധിപ്പിക്കാനുള്ളത്? ദൃഷ്ടിയുടെ ചതുർത്ഥാംശ യോജനം കാര്യമേവ. ദൃഷ്ടി എത്രയാണോ ഉള്ളത് അതിന്റെ 4/1 യോജിപ്പിക്കണം. എന്നാൽ ഉദയരാശിക്ക് ബുധനെ മുഴുവനായിട്ട് യോജിപ്പിക്കാൻ. അപ്പൊ ബലം ലഗ്നത്തിന് തന്നെയാ കൂടുക. സംശയമില്ലല്ലോ. ലഗ്നത്തിന് തന്നെയാ ശുഭത്വം ശുഭയോഗം. ശുഭത്വം പറയണ്ട, അങ്ങനെയല്ല. അദ്ദേഹം കാണിച്ച യാതൊന്നിനാണോ ബലം വർദ്ധിക്കുന്നത് അതുകളെ കൊണ്ട് വിഷയം പറയണം. ഇവിടെ നമ്മുടെ ആ സംശയം അവസാനിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒട്ടും സംശയമല്ല, കർക്കിടക രാശിയുടെ പ്രാധാന്യം നമുക്ക് നിഷേധിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ കേവലം ഇന്ന് ചന്ദ്രാധിഷ്ഠിത രാശിയാണ് കർക്കിടകം എന്ന് നമുക്കറിയാം. പുയ്യ നക്ഷത്രം കർക്കിടകക്കൂറിൽ ചന്ദ്രനുള്ള സമയത്താണ് പ്രശ്നം നിശ്ചയിച്ചത്. അതുകൊണ്ട് കർക്കിടകം എന്തായിരുന്നാലും ഉദയരാശി അത് വരും എന്നുള്ള ഉറപ്പില്ല. അങ്ങനെ വന്നു. അതിലേക്ക് കോമ്പൗണ്ട് ആയിട്ടാണ് ഛത്രരാശി. എന്ന് വെച്ചാൽ 6 കാര്യങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ള 6 ഉപകരണങ്ങളില് 3 കാര്യങ്ങളും ഒരെണ്ണത്തെ കൊണ്ട് നിർണ്ണയിക്കണം. ആയിക്കോട്ടെ, അത് പിന്നെ ലക്ഷണാന്ന് വയ്ക്കും. അങ്ങനെ ചന്ദ്രൻ വന്നു, ആ ആരുടെ വന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കർക്കിടക രാശിയെ സംബന്ധിച്ചുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ഗൗരവമായിട്ടുണ്ടാവുന്ന ഗുണവിഷയവും നമുക്ക് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ അവിടെയാണ് ആചാര്യന്റെ പദപ്രയോഗം. തഥാപി ഇങ്ങനെയൊക്കെയാണെങ്കിലും ആരൂഢവാഞ്ച യതദോസ്യേവ പ്രധാനത. അപ്പം നിരന്തരോദ്യതാംഭാനാം, നിരന്തരങ്ങളായിട്ട് ഉദിക്കുന്നതാണ് രാശി മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ. എന്നിരുന്നാലും തഥാപി ആരൂഢവാഞ്ചായാഹ തദോസ്യേവ പ്രധാനത. ഇവിടെ ദൈവികമായ ഒരു പശ്ചാത്തലത്തിൽ, തീർത്തും ദൈവികമാണല്ലോ. 12 രാശികളും സൂര്യാദി ഗ്രഹങ്ങളും പരിവാരമായിട്ട് ദക്ഷിണാമൂർത്തിയെ പൂജിച്ച് പ്രസന്നനായിരിക്കുന്ന സമയത്ത് ആ ദേവനെ പരമാവധി എങ്ങനെയെല്ലാം പ്രസന്നനാക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ പ്രസന്നമാക്കി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സമയത്ത് നിഷ്കളങ്കയായിട്ടുള്ള ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ, അവളുടെ മനസ്സിൽ, അവളുടെ ബുദ്ധിയിൽ, അവളുടെ ആത്മീയ പ്രവേശം കൊണ്ട് മാത്രം സിദ്ധിക്കുന്നതായ ഈ രാശി തീർത്തും ദൈവികമാണ്. അതുകൊണ്ട് ബലവിഷയത്തിൽ മാത്രമല്ല ഫലകാര്യത്തിലും നമുക്ക് അതിന്റെ പ്രാധാന്യം നിഷേധിച്ചുകൂടാ. അതെ, പ്രധാന. അപ്പം തുല്യ പ്രാധാന്യമായിട്ട് തന്നെ നമുക്ക് നിശ്ചയിക്കാം. ഇനി എൻ്റെ ആക്ഷേപം, ഇങ്ങനെയൊരു പരാമർശം ചെയ്യാനുണ്ടാവുന്ന അന്തർഗതമായ വിഷയം എന്താണ്? കർക്കിടക രാശിയാണ് ഇവിടെ പ്രാധാന്യത്തോടുകൂടെ ചിന്തിക്കണം എന്ന് പറയാൻ അന്തർഗതമായിട്ടുള്ള വിഷയം എന്താണ്? അന്തർഗതമായ വിഷയം 6 സാക്ഷികളെ വിസ്തരിക്കാൻ പറഞ്ഞതിൽ 3 പേരും ഒന്നായി ചന്ദ്രനായി. ഈ അനവധി ആരൂഢങ്ങള്, ഈ ഉദയം, ഛത്രം, ചന്ദ്രാദിശ രാശി, ബഹുത്വേനയുള്ള താമ്പൂലാരൂഢം, അത് കർക്കിടകമായിട്ട് വന്നു. അങ്ങോട്ട് ചിന്തിക്കേണ്ടത് വിഷയത്തിൽ ഭൂതകാലത്തെ ചിന്തിക്കേണ്ടതിലും ചന്ദ്രൻ വന്നു. ശരി, സ്വാധീനം ഉണ്ടല്ലോ ചന്ദ്രൻ. കർക്കിടകരാശിക്കും ചന്ദ്രനും രാശിയില് ഈ ഷഡ്പ്രശ്ന നിരൂപണത്തിൽ ഭൂരിപക്ഷം. മറ്റൊന്ന് ചിന്തിക്കാനാണെങ്കിൽ ഈ ആരൂഢരാശിയുടെ പൂർണ്ണാവകാശിയായിരിക്കുന്ന ചന്ദ്രൻ സ്വർണ്ണാരൂഢത്തിൽ അങ്ങനെ പൂർണ്ണാവകാശം പൂർണ്ണാവകാശമൊന്നുമില്ല. ഒരു ഉച്ചം എന്നുള്ള ഒരു ഉച്ചരാശി എന്നുള്ള ഒരു അവകാശം. ഉച്ചരാശിയാണ്, മൂലത്രികോണാണ്. ഉച്ചരാശി
ഉച്ചം കഴിഞ്ഞാൽ മുഴുവനും ചന്ദ്രനാണ് എന്ന് പറയും ചുമൂലത്ര ഓണത്തിന്റെ അവകാശത്തിൽ. അതിന് ശുക്രൻ എന്നും പറഞ്ഞില്ല. പിന്നെ എന്താണ് അതിലേക്ക് ഒരു അവകാശം ശുക്രന് പറഞ്ഞത് നമുക്കറിയില്ല. ആയിക്കോട്ടെ. അല്ല, ശുക്രൻ സ്വക്ഷേത്രം ഞാൻ പറഞ്ഞത് അതെ, ശരി മനസ്സിലായി. അല്ല, ഇതുകൊണ്ട് ആശയം ഈ ചന്ദ്രൻ ഇതിന്റെ കേന്ദ്രത്തിൽ നവാംശകം ചെയ്തു. സ്വർണ്ണാരൂഢത്തിന്റെ കേന്ദ്രത്തില് നവാംശകം ചെയ്തുകൊണ്ട് ലക്ഷ്മാതിശയിൽ തുഹിനരശ്മി ദിനേശയുക്തനായി. അപ്പൊ ഇവിടത്തെ ഒരു നാശത്തിന്റെയോ ദുരിതത്തിന്റെയോ ഹേതുവായി ചിന്തിക്കേണ്ട ഒരു സാധനം, അസ്വാരസ്യത്തിന് കാരണമായിരിക്കുന്ന ഒരു സാധനം ഈ ചന്ദ്രൻ എന്ന് പറയുന്നതായ വിഷയത്തിലൊരു പദാർത്ഥമാണ് എന്ന് വരുന്നു. നവാംശകം കൊണ്ട് നീച നവാംശകം, ഈ ചന്ദ്രൻ സൂര്യന്മാര് നീചത്തിലായിപ്പോയാൽ രാജയോഗം ഹനിക്കും. അപ്പൊ ഇവിടെ ചന്ദ്രനവാംശകം നീചത്തിലായി, നീചാംശകം ചന്ദ്രന് വന്നു. അതെ. അല്ല, ഈ ഇതുവരെ കർക്കിടക രാശിയെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാനും കർക്കിടക രാശിയെ കൊണ്ട് ഫലവിചാരം ചെയ്യാനും ഒക്കെ ആഗ്രഹിച്ച അങ്ങപ്പം ഈ ചന്ദ്രൻ ഇവിടുത്തെ ദോഷപ്രദനാണ് എന്നാണോ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ആണ്. എന്തുകൊണ്ട്? ഈ ഇതിന്റെ 7ാമത്തെ രാശിയിലാണ് നവാംശകം വന്നത്. അതുകൊണ്ട് എന്താ 7ാമത്തെ രാശിയിൽ നവാംശകം വരുന്നത് നല്ലതല്ലേ? ഭാവഫലത്തിലൊക്കെ ദുഷിപ്പാണ് ചന്ദ്രൻ പറഞ്ഞത്. എന്തായിരിക്കും നവാംശകത്തെ കൊണ്ട്? അല്ല, മൂന്നാമത്തെ ഭാവം കൊണ്ട്. അല്ല, 7ാമത്തെ ഭാവം കൊണ്ട്. 7 നിൽക്കുന്ന ചന്ദ്രൻ 7 നവാംശകം ചെയ്തു. സ്വർണ്ണാരൂഢത്തിന്റെ 3 നിൽക്കുന്ന എന്തായിരിക്കും ഭാവഫലത്തിൽ ദോഷം കണ്ടിട്ടുണ്ടാവുക? അങ്ങനെ ചോദിച്ചാൽ തുടങ്ങിയത് സംശയം ചോദിക്കാന്നാണ്. ചന്ദ്രനില് ഈ നീചാംശവും കൊണ്ട് ഇപ്പം സ്തേനോഭുക്ത അല്ല അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നത് പറയട്ടെ. തീവ്രമതവും അതേ. അതെ, ഒരു സ്ഥാനബലത്തിനെ സൂചിപ്പിച്ചതായ ഒരു സാധനമാണ് ഈ ചന്ദ്രൻ. അപ്പോ ഈ ചന്ദ്രന് ബലത്തെ കൊടുക്കുന്നത് വ്യാഴദൃഷ്ടി ഒരു വിശേഷതയുണ്ട്. ആ ഗുണം വർദ്ധിപ്പിക്കും. ചന്ദ്രന്റെ രാശി അഥവാ കർക്കിടകൻ രാശിയിൽ ഉച്ചാവകാശിയാണ് വ്യാഴം. ഈ ഇടവൻ രാശിയിൽ ഉച്ചാവകാശമുണ്ട് ചന്ദ്രന്. ഈ വ്യാഴം ആരൂഢപതിയായിരിക്കുന്ന ശുക്രനോട് കൂടി ചേർന്നുകൊണ്ടാണ് 11-ൽ ചരിത്രസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ അപ്പൊ ഈ ചന്ദ്രൻ വടക്കിന്റെ ആളാണല്ലോ, വടക്ക് കിഴക്കിന്റെ ആളാണല്ലോ. പ്രാഗാധ്യാരി സൂര്യാഹ എന്നുള്ളത് പിന്നെ വ്യാഴത്തിന് വടക്ക് കിഴക്ക് അല്ലേ? ചന്ദ്രന് വടക്ക് കിഴക്ക് പറഞ്ഞായിട്ട് ഇല്ല വടക്ക് പഠിച്ചാൽ പറഞ്ഞു. വടക്കും പറഞ്ഞു. കർക്കിടകൻ രാശിയെ കൊണ്ടും വടക്ക് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു വടക്ക് ഭാഗത്തേക്ക് എന്തെങ്കിലും ചരിത്രം, എന്തെങ്കിലും നശിച്ചു കിടക്കുന്നതായി, പ്രത്യേകിച്ചും അതിന്റെ അംശകം നീചത്തിലായി എന്നുള്ളത് കൊണ്ട്, നീച സൃഷ്ടിച്ച ഭൂമോ എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ഇവിടത്തെ ഒരു ദുരിതത്തിന്റെ സാധനമായിക്കൊണ്ട് നശിച്ചു കിടക്കുന്നതിൻ്റെതായ എന്തോ ചില ലക്ഷണങ്ങൾ. ലക്ഷ്മാതിശയ തുഹിനരശ്മി ദിനേശയുക്ത എന്നുള്ളത് കൊണ്ട് കർക്കി വൃശ്ചിക മീനങ്ങൾ വടക്ക്. അതെ, ഈ ഫലവിഷയത്തിൽ അങ്ങനെ പല ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഈ 6 3 കർക്കിടകമായി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചന്ദ്രനിലേക്ക്. അല്ല, ഈ 6 3 കർക്കിടകമായി എന്നും ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഈ താമ്പൂലഗ്രഹം കർക്കിടക രാശിയുടെ അധിപനായിട്ടുള്ള ചന്ദ്രനായി എന്നതും ഈ ഇത്രയും ശ്രേഷ്ഠത ഉള്ള ചന്ദ്രൻ വ്യാഴദൃഷ്ടനാവുന്ന സമയത്ത്
പക്ഷബലത്തിൽ വർദ്ധിത വീര്യനായിക്കൊണ്ടിരിക്കുന്ന ഈ ചന്ദ്രനെ കൊണ്ട് സ്ഥാനബലത്തിൽ അത്രയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉദഗയനെ രവിശീതമയൂഖൗ വക്രസമാഗമകാഹ പരിശേഷാഹ എന്ന് പറഞ്ഞതില് ഉദഗയനെ, അപ്പം ഉത്തരായനം സൂര്യനും വെളുത്തപക്ഷം ചന്ദ്രനും, രവിശീതമയൂഖൗ. അപ്പം വെളുത്തപക്ഷത്തിൽ ഷഷ്ടി 6 തിഥികളെ പൂർണ്ണമായിട്ടും ഭുജിച്ച് 7ാമത്തെ തിഥിയിൽ നിൽക്കുന്ന ഈ ചന്ദ്രൻ ഈ നീചാംശകസ്ഥനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ചന്ദ്രന്റെ ഗുണങ്ങളെ നിഷേധിക്കാനും ഉദയരാശിയുടെ ഗുണത്തെ, ഉദയരാശിയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതായ ഗുണകാര്യങ്ങളെ സംബന്ധിച്ച് നിഷേധിക്കാനും ഒന്നും നമ്മൾക്ക് അത് യുക്തം തോന്നില്ല. പക്ഷെ ഫലം, നിങ്ങൾ പറഞ്ഞ ഫലങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലത്തിന്റെ ജീർണതയ്ക്ക് കാരണമായിട്ടുണ്ടാവുന്ന നിരവധി ഫലങ്ങൾ നമുക്കുണ്ടാവും. ഇവിടെ ഇതുകളെ കൊണ്ട് നമുക്ക് നിശ്ചയിക്കേണ്ടതായ ഫലങ്ങളിൽ അനവധി മാതൃശാപത്തെ ചിന്തിക്കാൻ ഈ ചന്ദ്രൻ കാരണമായി. കാരണം ചൊവ്വാക്ഷേത്രത്തിൽ നവാംശം ചെയ്ത സൂര്യേന്ദ്രന്മാർക്ക് പൈതൃകമായും മാതൃപരമായിട്ടും ഉണ്ടാവുന്ന ശാപം, അത് ഒരു ഭൂമിയുടെ ജാതകമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഏതോ ഒരു കാലഘട്ടത്തിൽ ഇവിടെ താമസിച്ചിരുന്ന വിവിധങ്ങളായിട്ടുണ്ടാവുന്ന ജനവിഭാഗങ്ങളൊക്കെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റപ്പെടേണ്ടി വരുമോ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ചില ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ചിന്തിക്കണം. പിന്നെ ദുരിതം എന്ന് പറയുന്ന സമയത്ത് അതില് ചന്ദ്രൻ വൃശ്ചികാംശനം ചെയ്ത ഗ്രഹമായതുകൊണ്ട് ഇതിന്റെ നേരെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നീച സമ്പ്രദായത്തിൽ ആരാധിക്കുന്ന ഭഗവതിയെ സംബന്ധിച്ചിടത്തോളം ഈ വൃശ്ചികരാശിയിലെ ചന്ദ്രനായതുകൊണ്ട് നീച അർച്ചിതാ കീടകശ്ചാമുണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചാമുണ്ടി കലയെ പോലെയുള്ള തമോ ഗുണ പ്രധാനിയായിട്ടുണ്ടാവുന്ന ഒരു ദേവതയെ പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് ആരാധിച്ചതിന്റെ ദുരിതം, അതിനെ സംബന്ധിച്ചുള്ള ചർച്ച നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളൊക്കെ നമുക്ക് നിശ്ചയിക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോ അങ്ങ് പറഞ്ഞ പോലെ ഈ ഛത്രരാശിയെ കൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യം നിർണയിക്കുന്ന സമയത്ത് നമ്മളിപ്പോ രാശിചക്രം വരച്ചിട്ടുള്ള ഒരു സ്ഥാനമാണ് നമ്മുടെ ഈ ഭൂമിയുടെ കാലപുരുഷന്റെ അഥവാ ഈ പ്രകൃതി പുരുഷന്റെ മധ്യസ്ഥാനമായിട്ട് നമ്മൾ നിശ്ചയിക്കുന്നതെങ്കിൽ അതിന്റെ കിഴക്ക് തെക്ക് ഭാഗത്തായിട്ട് ഉപരിസ്ഥാനത്ത് ഒരു തീർത്ഥജലമുണ്ട് എന്ന് നമുക്ക് ഇതുകൊണ്ട് നിശ്ചയിക്കാൻ സാധിക്കല്ലോ. ഉപരിഭാഗത്താണ് ഛത്രേണ സൗദശിഖരാദ് ഉപരിസ്ഥിതാനാം. അത് മുകൾ ഭാഗത്തുനിന്ന് താഴേക്ക് ഗംഗ ഒഴുകുന്ന പോലെ ശിരസിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു തീർത്ഥ സംവിധാനം ഇതിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വിശേഷമായിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവുന്ന വിവിധങ്ങളായിട്ടുണ്ടാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ വടക്ക് ഭാഗം ഈ ചന്ദ്രനെ കൊണ്ട് നമ്മൾ എത്തപ്പെടുന്ന സമയത്ത് അത് വ്യാഴദൃഷ്ടിയിൽ അത് യഥാർത്ഥത്തിൽ ഒരു ഹോമത്തിന് വേണ്ടി ഉപയോഗിച്ചതോ പിന്നെ അഗ്നിഹോത്രികൾ താമസിച്ചതോ അഥവാ യാഗഭൂമിയായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നതോ അഥവാ താപസന്മാര് പൂർവ്വകാലഘട്ടത്തിൽ തപസ് ചെയ്ത് ഉപേക്ഷിച്ചതോ ആയിട്ടുള്ള ഒരു ഭൂമിയുടെ പ്രാധാന്യമാണ് വടക്കോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാവുക. ഇതെന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബലവാനായിട്ടുണ്ടാവുന്ന ശുക്രന്റെ സമ്പർക്കത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് ചന്ദ്രനിലേക്ക് ദൃഷ്ടി ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ്. ആ വിഷയത്തെ ഇപ്പൊ നമുക്ക് തുറക്കണ്ട, കണ്ടുവയ്ക്കാം. അതില് ഈ പ്രശ്നം സ്വർണ്ണാരൂഢത്തിൽ നിന്ന് ദുഷ്ടനായിട്ട് സിദ്ധ്യംശങ്ങളെ കൊണ്ടുള്ളൊരു ഗ്രഹം രാഹുവാണ്. തീർച്ചയായും അത് സനൽജ്യോതിഷത്തിൽ കാണിച്ച ഈ വൃശ്ചിക രാശി ചന്ദ്രന്റെ വാംശം രാശി അങ്ങ് പോയല്ലോ. ആ വൃശ്ചിക രാശി ഒരു പരാമർശിക്കുന്ന സന്ദർഭത്തിൽ
ഈ നവാംശക രാശിയിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ചന്ദ്രൻ അങ്ങനെ വല്ല വിഷയങ്ങളും വല്ല ഈ സങ്കേതത്തിലൊരു സ്ഥിത്യംശങ്ങളെ കൊണ്ട് ദുസ്ഥനായൊരു ഗ്രഹം. അല്ല, രാഹു ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രന്റെ അപേക്ഷ കാണുന്നില്ലല്ലോ. ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഭാവിയിലേക്ക്. അതെന്തിനാ? രാഹുവിൽ നിന്ന് നിശ്ചയിക്കേണ്ടതായ വിഷയങ്ങൾ എന്ത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനെ എന്തിനു കൂട്ടുപിടിക്കണം നിങ്ങൾ? വൃശ്ചികരാശി നവാംശം സൂര്യനോട് കൂടി ഉള്ളതുകൊണ്ട് രാഹു സ്വതന്ത്രമായിട്ട് തന്നെ ചിന്തിക്കാൻ. രാഹുവോട് കൂടി നിൽക്കുന്ന സൂര്യൻ വൃശ്ചികരാശി നവാംശം ഉണ്ടല്ലോ. അതുകൊണ്ട് എന്താ കാര്യം? ഈ കർക്കിടക രാശി നിൽക്കുന്ന ചന്ദ്രനും അത് പറഞ്ഞിട്ടില്ല. ഇത് എന്തിനാണ് നമ്മളിങ്ങനെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഗോചര ഗ്രഹസ്ഥിതി രാഹുവിന്റെ 12ാം ഭാവസ്ഥിതിയും അഷ്ടമത്തിൽ നവാംശവും. അതെ അതെ അതെ. ഈ രാഹുവോട് ചേർന്ന് സൂര്യന്റെ സ്ഥിതി തീർച്ചയായിട്ടും മനസ്സിലായി. രാഹുവിന്റെ അനിഷ്ടസ്ഥിതിയൊക്കെ മനസ്സിലായി. ഈ രാഹുവിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ ഉണ്ടാവുന്ന പൈതൃകമായ ദുരിതങ്ങളാവാം, സർപ്പപരമായിട്ടുള്ള ദുരിതങ്ങളാവാം, ഇത്യാദി ദുരിതങ്ങളെല്ലാം പറയുന്ന സമയത്ത് അതിലേക്ക് സമാന ദോഷങ്ങളെ പറയുന്ന മറ്റൊരാളെയും കൂടെ കൂട്ടുപിടിച്ചാൽ നമ്മൾ ആ ദോഷം കാണാതെ രണ്ട് ദോഷവും ഒന്നിൽ അങ്ങനെ വരുമല്ലോ. ഇപ്പോ കാരണം രണ്ട് വ്യക്തികൾക്ക് സർപ്പസംബന്ധിയായിട്ടുള്ള ദോഷം പറയാനുണ്ടെന്ന് വയ്ക്കുക. ആ രണ്ട് വ്യക്തികൾക്ക് ഒരു കാര്യമാണ് സമർത്ഥിക്കാനുള്ള, അവർക്ക് രണ്ടും സമർപ്പണം ഉള്ളത് സർപ്പദോഷമുണ്ട് എന്നാ രണ്ട് വ്യക്തികൾക്കും പറയാൻ. പക്ഷെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങി വെച്ചാൽ ഇതിൽ നിന്ന് സർപ്പദോഷത്തിന്റെ വൈരുദ്ധ്യപരമായിട്ട് ഇപ്പോ ഒരു വിഷയത്തിൽ സർപ്പത്തെ നശിപ്പിച്ചതുകൊണ്ടുള്ള സർപ്പദോഷം ഉണ്ടാവാം, സർപ്പത്തെ കൊന്നതുകൊണ്ടുള്ള സർപ്പനാശം ഉണ്ടായിട്ടുണ്ടാവാം, വിശിഷ്ടമായ സർപ്പസങ്കേതം നശിപ്പിച്ചതുകൊണ്ടുള്ള സർപ്പകോപം ഉണ്ടാവാം. ഇത് രണ്ടാണ്. അപ്പൊ ഒരാൾ കയ്യിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷനില് ഇവിടുത്തെ സർപ്പ സങ്കേതം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് മറ്റൊരാളുടെ പെറ്റീഷനിൽ വരുന്നത് കേവലം സർപ്പത്തെ കൊന്നിട്ടുണ്ട് എന്ന് മാത്രമാണെങ്കിൽ ഈ സർപ്പത്തെ കൊന്നു എന്നുള്ളതിന് മാത്രം മരുന്ന് എഴുതി കഴിഞ്ഞാൽ വിഷമാവില്ലേ? അതല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ദോഷത്തെ ആരോപിക്കുന്ന സമയത്ത് രാഹുവിൽ നിന്ന് ഈ ദോഷത്തെ ആരോപിക്കുന്ന സമയത്ത് രാഹുവിൽ തന്നെ നിന്നുകൊണ്ട് അതെന്ത് പറയുന്നു എന്ന് നിശ്ചയിക്കുകയും ചാന്ദ്രമായിട്ടുണ്ടാവുന്ന വിഷയത്തിൽ എന്താണോ അത് തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ രാഹു ഇത്രത്തോളം ലഗ്നഭാവത്തിൽ തീർച്ചയായിട്ടും അത് ഈ സൂര്യസംവൃത്തത്തിൽ ഉദയനവാംശക രാശി അഷ്ടമരാശിയായിട്ട് അവിടെ നവാംശകം ചെയ്തതുകൊണ്ട് അതൊക്കെ നമുക്ക് പ്രകരണത്തിൽ ഓരോ പ്രകരണം വരുന്ന സമയത്ത് നമുക്ക് നിശ്ചയിക്കാം. പക്ഷെ ഇതിൽ നമ്മൾ നിശ്ചയിക്കേണ്ടത് ഈ പ്രദേശത്ത് താമസിക്കുന്ന എത്ര പേര് ഈ പ്രശ്നം കേൾക്കുന്നുണ്ട് എന്നാണ്. നമുക്ക് ഈ ഒരു ധാരാളം പേര് പ്രശ്നം കേൾക്കുന്നുണ്ട്. വളരെ ഗൗരവമായിട്ടുള്ള നല്ല ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇപ്പൊ ഇനി പ്രവേശിക്കാൻ പോകുന്നത് മുഴുവനും ഈ സ്ഥലത്തിന്റെ പൂർവ്വചരിത്രങ്ങളെ സംബന്ധിച്ചാണ്. ഇവിടെ 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 ഒരുപക്ഷെ കൈവശം അല്ലെങ്കിൽ രേഖ പോലും കൈവശം ഉണ്ടായിട്ട് കാര്യമില്ല. സ്ഥലത്ത് സംഭവിച്ച ചരിത്രങ്ങളെ സംബന്ധിച്ചായിരിക്കും. നമ്മൾ സാവധാനം ഇറങ്ങുന്നുള്ളൂ. അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച്, കാരണം ജിജ്ഞാസുക്കളാണ്, ജ്യോതിശാസ്ത്രത്തിൽ വളരെ ജിജ്ഞാസുക്കളാണ്, അല്ലെങ്കിൽ ഇവിടെ ശ്രീപാദശങ്കരിയുടെ ആരാധനയിൽ ജിജ്ഞാസുക്കളാണ്, അഥവാ പ്രദേശത്തിന്റെ ഉയർച്ചയിൽ ജിജ്ഞാസുക്കളാണ്. ഇങ്ങനെയുള്ള പല ജിജ്ഞാസയുള്ളവരാണ് സദസ്സിൽ. എങ്കിൽ പോലും ഞങ്ങൾക്ക് വേണ്ടത് ഈ സ്ഥലപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ആണെങ്കിൽ മാത്രം, അത് വ്യക്തമായിട്ട് എനിക്ക് അറിയാം
അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയാവുന്ന കാര്യമാണെങ്കിൽ മാത്രം സ്ഥലവാസികൾക്ക്, അറിവുള്ളവർക്ക് അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു സഹായമാവും അത്. അങ്ങനെ ഉണ്ടല്ലോ. എന്തായിരുന്നാലും നമുക്ക് താമ്പൂലത്തിലൂടെ അതുപോലെ ഈ സൂര്യ വിഷയവും വല്ലതും പരാമർശിക്കേണ്ടതുണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ജലാശയ വിഷയം. അതെ, രണ്ട് ചർച്ച ചെയ്തോ, രണ്ട് വിഷയം. നിങ്ങളുടെ ചോദ്യം ഏതെല്ലാം വിഷയത്തിലാണോ അല്ല, ഇതുകളൊക്കെ സമർത്ഥമായിട്ട് പറയാനുള്ള സാധനങ്ങൾ നിറച്ചു വെച്ചൊരു പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വാഗതം. നിങ്ങള് ശക്തമായ പൂർവപക്ഷങ്ങൾ തന്നെയാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സാഹചര്യം കൊണ്ട് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിനെ ഞാൻ ഒന്നുകൂടെ സ്പഷ്ടമാക്കുവാണ്. ആ ചന്ദ്രൻ പിന്നെ ഇവിടെ ഒരു തീർത്ഥത്തിന്റെ വഴിയാണ് ഇവിടെ ഈ ഭൂമി. അത് തെക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് ഉത്ഭവിക്കുകയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തടാകത്തിൽ എന്ന പോലെ വിശ്രമിക്കുകയും ചെയ്യുന്ന വിശേഷമായിട്ടുള്ള ഒരു തീർത്ഥത്തിന്റെ മാർഗമാണ് നമ്മൾ ഇരിക്കുന്ന ഈ സങ്കേതം. അത് നമുക്ക് ആലോചിക്കാം. എന്ന് വെച്ചാൽ ഈ ദിക്കിൽ നിന്ന് എവിടുന്നോ ഒരു ഉത്ഭവസ്ഥാനമുണ്ട്. പ്രകൃതിയിൽ നിന്നുള്ള അതെ, അത് ശരി. കുളമുണ്ടോ? ശരി. അത് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പൊ അതിന്റെ ഉത്ഭവസ്ഥാനം തെക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണ്. ഇത് പറയാനാണ് ചന്ദ്രൻ കർക്കിടക രാശിയിൽ നിന്ന് നീചത്തിൽ നവാംശയിച്ച് നീച സംസ്ഥയിച്ച ഭൂമവും ആ ഭൂമിയിൽ പോയിട്ട് അത് പഠിക്കുന്നത്. അതെ, അത് നമുക്ക് വിസ്തരിക്കാം. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഉപകരണങ്ങളാണ്, ഈ 6 ഉപകരണങ്ങൾ എന്ന് പറഞ്ഞല്ലോ. ഈ കരണങ്ങളും അല്ലല്ലോ, ഉപകരണങ്ങളല്ലേ അല്ലേ? അപ്പൊ ഉപകരണങ്ങളിൽ നിന്ന് കരണത്തിലേക്ക് എത്തണ്ടേ? കരണത്തിൽ നിന്ന് വേണ്ടേ അന്ധകരണത്തിലേക്ക് എത്താൻ? അന്ധകരണത്തിൽ നിന്ന് മാത്രല്ലേ ആത്മസ്വരൂപം അറിയാൻ പറ്റൂ? ഇങ്ങനെ ആയിരിക്കട്ടെ. ഈ ആത്മസ്വരൂപാദികൾ എന്തായാലും പ്രവർത്തിക്കാൻ ഉപകരണം ഇല്ലാണ്ടാവും. ഒരാൾക്കൊന്ന് ചെയ്യണമെന്ന് മനസ്സുണ്ട്, അതിന്റെ ഉപകരണം കയ്യിലില്ലെങ്കോ? ചെയ്യണമെന്ന് മനസ്സിലുണ്ടെങ്കിലല്ലേ ഉപകരണം അന്വേഷിക്കണ്ടു? അല്ല, മനസ്സിലുണ്ടെങ്കിൽ ഉപകരണം ഇല്ലാണ്ട് ചെയ്യാനാവോ? അങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വാഹനമില്ലേ പറ്റുമോ? അത് ഉപകരണത്തിന്റെ പ്രയോജനമല്ല. ആയിക്കോട്ടെ, അങ്ങനെയാവാം. അതെ, അല്ല, ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ അവതരിപ്പിച്ചൊരു സമ്പ്രദായം ഉപകരണങ്ങൾ എന്നാണല്ലോ. 6 ഉപകരണങ്ങളാണ് അല്ല, ഈ ഷഡ്പ്രശ്ന നിരൂപണത്തിലേക്ക് ഷഡ്രാശയ രാശിശബ്ദല്ലേ പറഞ്ഞ? അതെ, അത് ഉപകരണങ്ങൾ ആയിട്ടല്ലേ വരുള്ളൂ. ഷഡ്പ്രശ്ന നിരൂപണത്തിൽ അങ്ങനെയല്ലേ? എന്താണ്? ഏകസ്യ അർത്ഥസ്യ നിശ്ചയ
നിർണയേ ഷഡ്രാശി ഏകസ്യ അർത്ഥസ്യ നിർണയേ നിശ്ചയേ ഷഡ് പര്യായകഥനാൽ ഷഡ്രാശയസ്ഥിത്യാഹ ഷഡ് പര്യായങ്ങളാണിത്. ഇത് പര്യായ നാമകഥനങ്ങൾ മാത്രമാണ്. പര്യായങ്ങൾ എന്ന് വെച്ചാല് ഈ പ്രത്യയ ശബ്ദത്തിന്റെ 6 പര്യായം: പ്രത്യയം, അധീനം, വിശ്വാസം, ശബ്ദം, ജ്ഞാനം, നിശ്ചയം. ഈ പര്യായത്തിൽ നിന്നാണല്ലോ ആരൂഢോദയ ലഗ്നാംശ ഛത്ര സൃഷ്ടാംഗരാശയ ചന്ദ്രാംശരാശിന്യാഹ ഷഡ്പ്രശ്നകർമ്മിണി. ഇപ്പൊ ഷഡ്പ്രശ്നകർമ്മങ്ങൾക്കുള്ള 6 ആധാര സാധനങ്ങളായിട്ട് വെച്ചു. ഇതിന ഒന്നിന്റെ നിലനിൽപ്പിന് ആധാരമായ 6 വസ്തുക്കൾ. അതില് ഏകമായ മുഖ്യമായ ഏകസ്യ അർത്ഥസ്യ മുഖ്യമായ അർത്ഥത്തെ ഗ്രഹിക്കണം ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ മുഖ്യാർത്ഥ ഗ്രഹണത്തിനെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കേണ്ടതായ ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനൊന്ന് കേവലം ഉപകരണങ്ങളാണോ അതിനേക്കാൾ കുറച്ച് മുഖ്യമായ സ്ഥാനം ഈ 6 സാധനത്തിന് കൽപ്പിക്കേണ്ടത്? ആയിക്കോട്ടെ, അതെന്തായാലും നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അത് നിങ്ങൾ അതിന്റെ സിദ്ധാന്തം പറഞ്ഞു. ഇപ്പൊ ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ സൗണ്ട് കാര്യങ്ങളും വെളിച്ചവും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ഇലക്ട്രീഷ്യൻ, അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഒരു സ്ക്രൂ ഡ്രൈവർ അദ്ദേഹത്തിന്റെ ഒരു ഉപകരണമായിരിക്കും. ആ ഉപകരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കൈ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. അപ്പൊ കരണം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഉപകരണം തന്നെ വേണം. അപ്പൊ കൈ അദ്ദേഹത്തിന്റെ കരണമാണ്. പരസ്പര അല്ല, കൈയില്ലെങ്കിൽ ഉപകരണം കൊണ്ട് കാര്യമില്ല. സിദ്ധാന്തം ഈ കൈക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാനും ആവില്ല. അങ്ങനെ ഒരു വിഷമമുണ്ടാവും. ഇനി മറ്റേ കൈക്ക് ഉപകരണം അദ്ദേഹത്തിന്റെ കൈയിനേക്കാളും ഉപകരണം ആ ടൂൾ അത് എന്ന് വെച്ചാൽ സ്ക്രൂ ഡ്രൈവർ അദ്ദേഹത്തിന് ഉപയോഗിച്ച് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കാര്യം ഇത് ചെയ്യുന്നു. പക്ഷെ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൈക്ക് അറിയാത്ത കാര്യമാണ്. അത് അദ്ദേഹത്തിന്റെ മനസ്സിനാണ് അറിയാം, അഥവാ അദ്ദേഹത്തിന്റെ ബുദ്ധിക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ പ്രവർത്തനമാണ് ഈ സ്ക്രൂവിന്റെ ലൂസ് ആയതുകൊണ്ടാണ് ഇവിടുത്തെ വെളിച്ചത്തിന്റെ കുറവ് അല്ലെങ്കിൽ ശബ്ദത്തിന്റെ കുറവ് എന്ന് മനസ്സിലാക്കുമ്പോ അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ കരണം അങ്ങനെയല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ജ്യോതിശാസ്ത്ര സ്വരൂപനായിരിക്കുന്ന പുരുഷന്റെ ആന്തരികമായ ഭാവനയെ പ്രകടമാക്കി അതിനെ ഓരോ കാര്യങ്ങളെ കൊണ്ട് പ്രവർത്തന സജ്ജമാക്കാനായിരിക്കണ്ടേ ഈ 6 സാധനങ്ങൾ. അതൊക്കെ പരസ്പരം ഇതരേതരാശ്രയത്വമുണ്ട്. അതുകൊണ്ട് ഏകസ്യ ഏകോ മുഖ്യ അതത്രേ ഉള്ളൂ. ഇപ്പൊ അങ്ങ് കാണിച്ച ഈ ഒരു സിദ്ധാന്തത്തില് തന്നെ ഇപ്പൊ മനസ്സുണ്ടാവണം, എന്താ ടൂൾ ഉണ്ടാവണം, അത് കാണണം, ഇന്ന സ്ഥലത്ത് വേണം, അതൊക്കെ പരസ്പരം. ഇപ്പൊ നമ്മളൊരു സാധനം കണ്ടാല് അത് സ്പർശിക്കാൻ പോകുമ്പോൾ തീ കണ്ടു, അത് തൊടാമ്പോ വേഗം നമ്മളെ കൈ വലിഞ്ഞു പോകുന്ന പോലെ ഇതൊക്കെ പരസ്പരാശ്രയത്വമുണ്ട്. അല്ല, പരസ്പരാശ്രയത്വം എന്നല്ല. ഇതിന് മുഖ്യമായ വിഷയം ആന്തരികമായിട്ടുള്ള അന്തര്യാമിയുടെ ഭാവനയാണ്, അഥവാ ചിന്തയാണ്, അഥവാ ലക്ഷ്യമാണ്. ഈ ഒന്നിനെ നിയന്ത്രിക്കുന്ന 6 പദാർത്ഥങ്ങൾ, അതില് ഒരു ശരീരത്തില് അനവധി ഇന്ദ്രിയങ്ങളും അവയവങ്ങളും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഓരോ പ്രാധാന്യമുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഈ സ്വർണ്ണാരൂഢം. ഒരു മനുഷ്യന് ഹൃദയം, കണ്ണില്ലാത്ത ആൾക്ക് ജീവിക്കുക, കൈയില്ലാത്ത ആൾക്ക് ജീവിക്കുക, കാലില്ലാത്ത ആൾക്ക് ജീവിക്കുക, കഷ്ടപ്പാടുണ്ടാവും. പക്ഷെ ഹൃദയത്തിനാ തകരാറ് എന്ന് വെച്ചാൽ ഇവരൊക്കെ ഉണ്ടെങ്കിലും ജീവൻ ഉൾക്കൊള്ളൂല. അതുപോലെ തന്നെയാ സ്വർണ്ണാരൂഢം. കയ്യിലേക്കൊക്കെ വിഷമമുണ്ട്, ഈശ്വര ഒരാളെ പരസഹായമാണ്, പക്ഷെ ജീവൻ നിലനിർത്താൻ കഴിയും. ഈ സ്വർണ്ണാരൂഢത്തിനാ തകരാറാണെങ്കിൽ ഇവരൊക്കെ ബലപ്പെട്ടിട്ടും ദേശം പ്രയാസം ഉണ്ടാവും. എന്തായാലും സ്വർണ്ണാരൂഢത്തിന്റെ ബലം നന്നായിട്ട് സിദ്ധാന്തിച്ചതുകൊണ്ട് പ്രശ്നം ചിന്തിച്ച് ദോഷങ്ങളെ യഥാവിധി കണ്ടെത്തി കഴിഞ്ഞാൽ ശ്രേഷ്ഠമായി തീരുന്നു. ലഗ്നേ ബലിഷ്ഠേ ജഗതി പ്രഭുത്വം സുഖസ്ഥിതി ദേഹസുഖം സുവർദ്ധ ഉപരി അഭ്യുദയാകൃതിയും പ്രാപ്നോതി ബാലേന്ദ്രവദേശ ജാത. ലഗ്നം ബലിഷ്ഠായിട്ട് കിട്ടുകയാണ്. ബാലേന്ദ്രനെ പോലെ ശ്രേഷ്ഠമായി തീരും. ആ ചന്ദ്രനാണ് നമ്മൾക്ക് താമ്പൂല ഗ്രഹമായിട്ട് വന്നത്. സുഖകൃത്ത് സുഖം കരോതി 54 വെറ്റില അല്ലേ? 54 വെറ്റില. ഈ സമദോഷ സമാഗ്നിശ്ച സമധാതുമലക്രിയാ പ്രസന്നേന്ദ്രിയാത്മനമനാഹ സ്വസ്ഥയിത്യവിധീയതയെന്ന് പഠിച്ചിട്ടുണ്ടാവും. അതെ, അത് പഠിച്ചിട്ടല്ലേ എങ്ങനെ ഇരിക്കുന്നത്? അതെ, അതിങ്ങനെ ഇരിക്കുന്ന കണ്ടും അത് പഠിച്ചിട്ടില്ലേ എന്നൊരു സംശയം. 3 മണിയായതുകൊണ്ട്
പ്രമാണം ബോധമില്ലെന്നൊരു തോന്നിപ്പോക്ക്. 3 മണിയായിട്ട് അങ്ങനെ ഒരു വികാരമില്ലെങ്കിൽ എന്തോ ഒരു തകരാറുണ്ട്. ആയിക്കോട്ടെ. ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രമീകരിക്കപ്പെട്ട ഒരു ചിന്തയാണ് അത്. ആദ്യമായിട്ട് ദൈവജ്ഞനെ ക്ഷണിക്കാൻ വേണ്ടി യാതൊരു സമയമാണോ തിരഞ്ഞെടുത്തത് ആ സമയത്തിന്റെ ഗുണദോഷ നിരൂപണം ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ പ്രകരണം പൃച്ഛ, നിർഗമം, മാർഗം, മന്ദിരഗതി, പ്രശ്നക്രിയാ സംഭവം മുതലായിട്ടുണ്ടാവുന്ന തുടങ്ങി ആദ്യമായിട്ട് ക്ഷണിച്ചു. ദൈവജ്ഞൻ വീട്ടിൽ നിന്ന് സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുണ്ടാവുന്ന നിമിത്തങ്ങൾ, വഴിയിലുണ്ടായിട്ടുള്ള നിമിത്തങ്ങൾ, ഇവിടെ വന്നു കയറുന്ന സമയത്തെ ശുഭാശുഭ നിമിത്തങ്ങൾ, പ്രശ്നക്രിയാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മൾ അനുഭവിച്ചതായ ആ പ്രശ്നപൂജ, അത് ആദ്യമായിട്ടൊരു സാധനം എടുത്തു വെക്കാൻ പറഞ്ഞതു മുതൽ മോള് സ്വർണം വെച്ച് ആ സ്വർണത്തിൻ്റെ അവസ്ഥ വരെയുള്ള തൽക്കാല നിമിത്തങ്ങൾ വരെയുള്ള വിഷയങ്ങൾ, അതിനുശേഷം സൂത്രം, ത്രിസ്ഫുടം മുതലായിട്ടുള്ള സ്ഫുട ചിന്തകൾ, ഇങ്ങനെയാണ് ആ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ പ്രകരണം അഥവാ പ്രമാണ പുരസ്സരമായിട്ടുള്ള ചിന്ത. ഇതില് ഈ അഷ്ടമംഗല പ്രശ്നത്തിന്റെ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അതിനു വേണ്ടിയാണ് ലക്ഷണകഥനാധ്യായത്തിൽ പറയപ്പെട്ടതാണ് താമ്പൂലം. ഈ സ്ഥലത്തിന്റെ അഥവാ ഈ സ്ഥലത്തിന്റെ ഭൂത, വർത്തമാന, ഭാവി ഫലങ്ങളിലേക്ക് ചിന്തയ്ക്ക് അർഹമായിരിക്കുന്ന വിവിധങ്ങളായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അതിലേക്ക് എത്താനുള്ള ഒരു കവാട ചിന്തയായിട്ടാണ് അനേന ലക്ഷ്യതേ ഇതി ലക്ഷണം. ഇതിലൂടെ ഇതിനെ ലക്ഷ്യം വയ്ക്കുന്നു. അപ്പം ലക്ഷ്യം എന്താണോ അത് താമ്പൂലത്തിൽ വ്യക്തമാവില്ല. പക്ഷെ അതിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് എന്തൊരു ലക്ഷണങ്ങളാണോ അത് ഇവിടെ സമ്പൂർണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അത് പൃഷ്ഠാവിതീർണ താമ്പൂലൈഹി ശുഭാശുഭം അശേഷത ചിന്യം ദ്വാദശഭാവോത്ഥം തൽപ്രകാരോഥ ഗത്യതേ. പൃഷ്ഠാവിതീർണ താമ്പൂലൈഹി, പൃഷ്ഠാവിനാൽ ഈ ദൈവജ്ഞനെ വരിക്കുന്നതിന് വേണ്ടി ദാനം ചെയ്യപ്പെട്ട വെറ്റിലയിൽ നിന്ന് ചിന്യം ദ്വാദശഭാവോത്ഥം, അതിൽ 12 ഭാവങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട്. അത് 12 ഭാവതുല്യമായി 12 വെറ്റിലകളെ പരിശോധിക്കേണ്ടതുണ്ട്. ചിന്യം ദ്വാദശഭാവോത്ഥം തൽപ്രകാരോഥ ഗത്യതേ, അതിൻ്റെ പ്രകാരം എങ്ങനെയാണത് എന്ന് ചിന്തിക്കേണ്ടതിന് പറയുന്നു. അപ്പം അതിനുവേണ്ടി താമ്പൂലം പ്രാർത്ഥിച്ച് എടുത്തു തന്നതായ വെറ്റില എത്ര വെറ്റിലകളാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ താമ്പൂല സംഖ്യ 54 എന്ന് പറയുന്ന അല്ലേ, താമ്പൂല 54. താമ്പൂല സംഖ്യം ദ്വിഗുണം, അതിനെ ആ സംഖ്യയെ ഇരട്ടിക്കണം. 54 എന്ന് പറയുമ്പോൾ അതിനെ ഇരട്ടിച്ചു കഴിഞ്ഞാൽ 108. ശരഘ്നാം, വീണ്ടും അതിനെ ആ ഇരട്ടിച്ച സംഖ്യയെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 108നെ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 540 അല്ലേ. സൈഗാം, അതിലേക്ക് 1 ചേർക്കണം, 541. ഹരയിൽ സപ്തഭി, അതിനെ 7 ഹരിക്കണം. 541 എന്ന് പറയുന്ന സംഖ്യയെ 7 ഹരിച്ചു കഴിഞ്ഞാൽ എത്ര തവണ 7 പോവോ അത് മുഴുവനും പോയതിനു ശേഷം അവശേഷിക്കുന്ന സംഖ്യ 541ൽ 7 ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം വരുന്നത് 2 അല്ലേ ആയിരിക്കും. ആ ശിഷ്ടസംഖ്യയാണ് സൂര്യാദി ഗ്രഹങ്ങളായിട്ട് കൽപ്പന ചെയ്യേണ്ടത്. 1 വന്നാൽ സൂര്യൻ, 2 ചന്ദ്രൻ, 3 ചൊവ്വ, 4 ബുധൻ, 5 വ്യാഴം, 6 ശുക്രൻ, 7 ശനി, ഇങ്ങനെ 7 ഗ്രഹങ്ങളെ കൽപ്പിച്ച് ഗ്രഹോദയോ യത്ര, ആ ഗ്രഹം യാതൊരു രാശിയിലാണോ നിൽക്കുന്നത് സ ലഗ്നരാശി, അത് ലഗ്നമായിട്ട് പരിണമിച്ചു വേണം ചിന്ത ചെയ്യാൻ. അപ്പൊ ഇവിടെ അവശേഷിച്ച സംഖ്യ 2, ആ 2 കൊണ്ട്
ലക്ഷീകരിക്കുന്ന ഗ്രഹം ചന്ദ്രൻ. ആ ചന്ദ്രൻ ഇന്ന് കർക്കിടക രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് താമ്പൂലഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ നിൽക്കുന്ന രാശി കർക്കിടകമായതുകൊണ്ട് കർക്കിടകമാണ് നമ്മുടെ താമ്പൂല ലഗ്നം. അതിൽ നിന്ന് ഗ്രഹസ്ഥിതി പ്രകാരം ചിന്തിക്കുന്ന പോലെ തന്നെ ആ വിഷയത്തിലൂടെ നമ്മൾ എന്ത് വേണം, പത്രചിന്തയും കൂടെ, താമ്പൂല പത്രത്തിന്റെ ചിന്തയും കൂടെ ചെയ്ത് അതിൽ മ്ലാനി ക്ഷതി പത്രം മ്ലാനി ക്ഷത്യ ദ്വിഭേദം യൽ ഭാവസംബന്ധി പത്രം, യാതൊരു ഭാവസംബന്ധിയാണോ പത്രം, തസ്യ വ്യാധ്യാദി അനിഷ്ടം ഭവതി, ആ അതിനെ സംബന്ധിച്ച് വ്യാധി ആധി മുതലായിട്ടുണ്ടാവുന്ന അനിഷ്ടങ്ങളെ നിശ്ചയിക്കേണ്ടതുണ്ട്. ഇവിടെ താമ്പൂലഗ്രഹമായിട്ട് വന്ന ചന്ദ്രൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു ഗ്രഹം വന്നു കഴിഞ്ഞാൽ ഉള്ള ഫലം, സൂര്യൻ വന്നു കഴിഞ്ഞാൽ ദുഃഖായ ഭാനുദിത സുഖകൃത് ശശാങ്ക പൃഷ്ഠകുജ കലഹകൃത്ത് ധനദൗജ്ഞ ജീവോ ശുക്രോഖിലാഭിമതകൃത്ത് മരണായ മന്ദ ലഗ്നാദി ഭാവ വിഹഗൈശ്ച വദിഫലാനി. ഇപ്പൊ ഈ ഗ്രഹങ്ങളുടെ ഫലത്തിൽ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ സുഖകൃത് ശശാങ്ക എന്നാണ്. ഇപ്പൊ സുഖകൃത്ത് എന്ന് പറയുമ്പോൾ സുഖം കരോതി ഇതി സുഖകൃത്ത്. ഇപ്പൊ സുഖം ചെയ്യുന്നു എന്ന് പറയുന്നതാണ് സുഖകൃത്ത്. അപ്പം അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ പ്രശ്നത്തിലൂടെ സുഖകൃത്ത്, ഈ പ്രശ്നം ചിന്തിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഭാവിയിലേക്ക് അത് സുഖത്തിന് കാരണമായി തീരും എന്ന് ഒരർത്ഥം. മറ്റൊരർത്ഥം സുഖത്തെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുഖമല്ലാത്ത ചില അസ്വസ്ഥമായിരിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ട് എന്ന വിഷയവും കൂടെ അതിൽ നിന്ന് ധ്വനിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭൂമി, ഈ പ്രദേശ സംബന്ധമായിട്ടൊക്കെ വരാവുന്ന ചില ദോഷ വിഷയങ്ങളെ കൂടെ സുഖകൃതമാക്കേണ്ടതുണ്ട് എന്നും കൂടി ആയിരിക്കല്ലോ അതിന്റെ ഫലം. അപ്പൊ എന്തായിരുന്നാലും കർക്കിടക രാശി താമ്പൂല ലഗ്നമായിട്ട് ലഗ്നാധിപനായിട്ടുണ്ടാവുന്ന ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായി വ്യാഴ ദൃഷ്ടിയിൽ ഒരു പൂർണ്ണമായ രാജയോഗത്തിന്റെ ലക്ഷണമായിട്ടത് വന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും നമ്മുടെ ലക്ഷ്യം ഒരു ക്ഷേത്ര നിർമ്മാണം എന്നുള്ളതായതുകൊണ്ട് ആ ലക്ഷ്യത്തിന്റെ പൂർണ്ണത നമുക്ക് പ്രാപിക്കാൻ സാധിക്കും എന്നായിരിക്കണം സുഖകൃത്ത് എന്നുള്ള ശബ്ദത്തിന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗ്രഹത്തിന് സ്വക്ഷേത്രബലം വന്നു കഴിഞ്ഞാൽ പറയപ്പെട്ടിട്ടുള്ള പ്രഭുപരിഗ്രഹാദായതിയും പ്രഭുത്വം അഭിവാസ് ഗ്രഹസ്ഥിതിയും അജഞ്ചലാം പ്രാപ്നുയാത് നവം ഭവനം ഉർവരാക്ഷിതിം ഉപൈതി കാലേ സുഖേ ജനേ ബഹുമതിയും പുനഃസകല നഷ്ടവസ്തുന്യപി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്വക്ഷേത്ര ബലത്തിൻ്റെതായ വിഷയം, അത് ഇവിടെ ഏറ്റവും അനുകൂലമായ അവസ്ഥയാണ്. പ്രഭുപരിഗ്രഹാദായതിയും പ്രഭുത്വം എന്ന് പറഞ്ഞാൽ പ്രഭുവിനാൽ പരിഗ്രഹമായിട്ട് പ്രഭുത്വം വരും. ഇപ്പൊ ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തികളാൽ പരിഗ്രഹിക്കപ്പെട്ട് സ്വീകരിക്കപ്പെട്ട് പ്രഭുത്വം, അതിലൂടെ ഉണ്ടാവുന്ന പ്രഭുത്വം വന്നു ചേരും. അഭിവാഗ്രഹസ്ഥിതിയും അചഞ്ചലാം പ്രാപ്നിയാത്, ചാഞ്ചല്യമില്ലാത്ത ഒരു ഗ്രഹസ്ഥിതി അഥവാ ഒരു വർത്തമാന ഭാവി ഫലങ്ങൾ ചാഞ്ചല്യമില്ലാതെ നിലനിൽക്കും. നവം ഭവനം, നൂതനമായിട്ടുണ്ടാവുന്ന സംരംഭങ്ങൾ, ക്ഷേത്ര നിർമ്മാണാദി ഗൃഹനിർമ്മാണാദി കാര്യങ്ങളെല്ലാം ഇവിടെ സംഭവിക്കും. ഉർവരാക്ഷിതിയും ഉപൈതി, സർവസസ്യാഢ്യയായിട്ടുള്ള ഭൂമിയായിട്ട് പരിവർത്തനം ചെയ്യപ്പെടും. ഉർവര സർവസസ്യാഢ്യ
സർവ്വതരത്തിലുണ്ടാവുന്ന കാർഷിക വിഭവങ്ങളോടുകൂടെ ഭൂമി ശ്രേയസ്സിനെ പ്രാപിക്കും. ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ജനേ ബഹുമതിയും ഈ ഒരു ക്രമീകരിക്കപ്പെട്ട പ്രദേശവാസികളായിട്ടുണ്ടാവുന്ന ജനങ്ങളിൽ ഒരു ബഹുമാനം. അത് എന്ന് വെച്ചാൽ അവിടെ ആദ്യമായിട്ട് ദൈവത്തിനെ ക്ഷണിക്കാൻ വേണ്ടി യാതൊരു സമയമാണോ തെരഞ്ഞെടുത്തത് ആ സമയത്തിന്റെ ഗുണദോഷ നിരൂപണം ചെയ്തുകൊണ്ടാണ് അതിനൊക്കെ മാറ്റം വന്ന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ജനീയ ബഹുമതി, ആ പ്രകടനം മാർഗം, മന്ദിരഗതി, പ്രശ്നക്രിയ മുതലായിട്ടുണ്ടാവുന്ന തുടങ്ങി ആദ്യമായിട്ട് ക്ഷണിച്ചു. ദൈവജൻ വീട്ടിൽ നിന്ന് സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുണ്ടാകുന്ന നിമിത്തങ്ങള്, വഴിയിലുണ്ടായിട്ടുള്ള നിമിത്തങ്ങള്, ഇവിടെ വന്നു കയറുന്ന സമയത്തെ ശുഭാശുഭ നിമിത്തങ്ങള്, പ്രശ്നക്രിയാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മൾ അനുഭവിച്ചതായ പ്രശ്നപൂജ, അത് ആദ്യമായിട്ടൊരു സാധനം എടുത്തു വെക്കാൻ പറഞ്ഞത് മുതൽ മോള് സ്വർണം വെച്ച് ആ സ്വർണത്തിന്റെ അവസ്ഥ വരെയുള്ള തൽക്കാല നിമിത്തങ്ങൾ വരെയുള്ള വിഷയങ്ങള്, അതിനുശേഷം സൂത്രം ദുസ്ഫുടം മുതലായിട്ടുള്ള സ്ഫുട ചിന്തകൾ, ഇങ്ങനെയാണ് ആ അഷ്ടമംഗല പ്രശ്നത്തിന്റെ പ്രകരണം അഥവാ പ്രമാണ പുരസരമായിട്ടുള്ള ചിന്ത. ഇതില് ഈ അഷ്ടമംഗല പ്രശ്നത്തിന്റെ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അതിനു വേണ്ടിയാണ് ലക്ഷണകഥനാധ്യായത്തിൽ പറയപ്പെട്ടതാണ് താമ്പൂലം. ഈ സ്ഥലത്തിന്റെ അഥവാ ഈ സ്ഥലത്തിന്റെ ഭൂത വർത്തമാന ഭാവി ഫലങ്ങളിലേക്ക് ചിന്തയ്ക്ക് അർഹമായിരിക്കുന്ന വിവിധങ്ങളായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അതിലേക്ക് എത്താനുള്ള ഒരു കവാട ചിന്തയായിട്ടാണ് അനേന ലക്ഷ്യതേ ഇതി ലക്ഷണം. ഇതിലൂടെ ഇതിനെ ലക്ഷ്യം വയ്ക്കുന്നു. അപ്പം ലക്ഷ്യം എന്താണോ അത് താമ്പൂലത്തിൽ വ്യക്തമാവില്ല. പക്ഷെ അതിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് എന്തൊരു ലക്ഷണമാണ് അത് ഇവിടെ സമ്പൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് ശുഭാശുഭം അശേഷത ചിന്യം ദ്വാദശഭാവോർത്ഥം തൽപ്രകാരോധഗത്യതേ പൃഷ്ഠാവിതീർണതാമ്പൂലൈഹി. പൃഷ്ഠാവിനാൽ ഈ ദൈവജനത്തിന് ദൈവജന വരിക്കുന്നതിന് വേണ്ടി ദാനം ചെയ്യപ്പെട്ട വെറ്റിലയിൽ നിന്ന് വിശിഷ്ടമായ തീർത്ഥത്തിന്റെ ചിന്യം ദ്വാദശഭാവോർത്ഥം, അതിലെ 12 ഭാവങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട്. അത് 12 ഭാവ തുല്യമായി 12 വെറ്റിലകളെ പരിശോധിക്കേണ്ടതുണ്ട്. ചിന്യം ദ്വാദശഭാവോർത്ഥം തൽപ്രകാരോധഗത്യതേ, അതിന്റെ പ്രകാരം എങ്ങനെയാണത് എന്ന് ചിന്തിക്കേണ്ടതിന് പറയും. അതിനുവേണ്ടി താമ്പൂലം പ്രാർത്ഥിച്ച് എടുത്തു തന്നതായ വെറ്റില എത്ര വെറ്റിലകളാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ താമ്പൂല സംഖ്യ 54 എന്ന് പറയുന്ന അല്ലെ, 54 താമ്പൂല സംഖ്യം ദ്വിഗുണം. അതിനെ ആ സംഖ്യയെ ഇരട്ടിക്കണം. 54 എന്ന് പറയുമ്പോൾ അതിനെ ഇരട്ടിച്ചു കഴിഞ്ഞാൽ 108. ശരഘ്നാം വീണ്ടും അതിനെ ആ ഇരട്ടിച്ച സംഖ്യയെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 108നെ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 540 അല്ലെ. സൈഗാം അതിലേക്ക് 1 ചേർക്കണം, 541. ഹരൻ സപ്തഭി അതിനെ 7 ഹരിക്കണം. 541 എന്ന് പറയുന്ന സംഖ്യയെ 7 ഹരിച്ചു കഴിഞ്ഞാൽ എത്ര തവണ 7 പോവോ അത് മുഴുവനും പോയതിനു ശേഷം അവശേഷിക്കുന്ന സംഖ്യ 541ൽ 7 ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം വരുന്നത് 2 അല്ലേ ആയിരിക്കും. ആ ശിഷ്ടസംഖ്യയാണ് സൂര്യാദി ഗ്രഹങ്ങളായിട്ട് കൽപ്പന ചെയ്യേണ്ടത്. 1 വന്നാൽ സൂര്യൻ, 2 ചന്ദ്രൻ, 3 ചൊവ്വ, 4 ബുധൻ, 5 വ്യാഴം, 6 ശുക്രൻ, 7 ശനി, ഇങ്ങനെ 7 ഗ്രഹങ്ങളെ കൽപ്പിച്ച് ഗ്രഹോദയോ യത്ര ആ ഗ്രഹം യാതൊരു രാശിയിലാണോ നിൽക്കുന്നത് സ ലഗ്നരാശി അത് ലഗ്നമായിട്ട് പരിണമിച്ചു വേണം ചിന്തിക്കാൻ. അപ്പൊ ഇവിടെ അവശേഷിച്ച സംഖ്യ 2. ആ 2 കൊണ്ട് ലക്ഷീകരിക്കുന്ന ഗ്രഹം ചന്ദ്രൻ. ആ ചന്ദ്രൻ ഇന്ന് കർക്കിടക രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് താമ്പൂല ഗ്രഹമായിട്ടുള്ള
ചന്ദ്രൻ നിൽക്കുന്ന രാശി കർക്കിടകമായതുകൊണ്ട് കർക്കിടകമാണ് നമ്മുടെ താമ്പൂല ലഗ്നം. അതിൽ നിന്ന് ഗ്രഹസ്ഥിതി പ്രകാരം ചിന്തിക്കുന്ന പോലെ തന്നെ ആ വിഷയത്തിലൂടെ നമ്മൾ എന്ത് വേണം, പത്രചിന്തയും കൂടെ, താമ്പൂല പത്രത്തിന്റെ ചിന്തയും കൂടെ ചെയ്ത് അതിൽ മ്ലാനി ക്ഷതി പത്രം മ്ലാനി ക്ഷത്യ ദ്വിവേദം യൽ ഭാവസംബന്ധി പത്രം, യാതൊരു ഭാവസംബന്ധിയാണോ പത്രം, തസ്യ വ്യാധ്യാദി അനിഷ്ടം ഭവതി, അതിനെ സംബന്ധിച്ച് വ്യാധി ആധി മുതലായിട്ടുണ്ടാകുന്ന അനിഷ്ടങ്ങളെ നിശ്ചയിക്കേണ്ടത്. ഇവിടെ താമ്പൂലഗ്രഹമായിട്ട് വന്ന ചന്ദ്രൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു ഗ്രഹം വന്നു കഴിഞ്ഞാൽ ഉള്ള ഫലം, സൂര്യൻ വന്നു കഴിഞ്ഞാൽ ദുഃഖായ ഭാനുദിത സുഖകൃത് ശശാങ്ക പൃഷ്ഠകുജ കലഹകൃത്ത് ധനദൗജ്ഞ ജീവോ ശുക്രോഖിലാഭിമതകൃത്ത് മരണായ മന്ദ ലഗ്നാദി ഭാവ വിഹഗൈശ്ചവതി ഫലാനി. ഇപ്പൊ ഈ ഗ്രഹങ്ങളുടെ ഫലത്തിൽ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ സുഖകൃത് ശശാങ്ക എന്നാണ്. ഇപ്പൊ സുഖകൃത്ത് എന്ന് പറയുമ്പോൾ സുഖം കരോതി ഇതി സുഖകൃത്ത്, ഇപ്പൊ സുഖം ചെയ്യുന്നു എന്ന് പറയുന്നതാണ് സുഖകൃത്ത്. അപ്പം അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ പ്രശ്നത്തിലൂടെ സുഖകൃത്ത്, ഈ പ്രശ്നം ചിന്തിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഭാവിയിലേക്ക് അത് സുഖത്തിന് കാരണമായി തീരും എന്ന് ഒരർത്ഥം. മറ്റൊരർത്ഥം സുഖത്തെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുഖമല്ലാത്ത ചില അസ്വസ്ഥമായിരിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ട് എന്ന വിഷയവും കൂടെ അതിൽ തന്നെ ധ്വനിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭൂമി, ഈ പ്രദേശ സംബന്ധമായിട്ടൊക്കെ വരാവുന്ന ചില ദോഷ വിഷയങ്ങളെ കൂടെ സുഖകൃതമാക്കേണ്ടതുണ്ട് എന്നും കൂടി ആയിരിക്കല്ലോ അതിന്റെ ഫലം. അപ്പൊ എന്തായിരുന്നാലും കർക്കിടക രാശി താമ്പൂല ലഗ്നമായിട്ട് ലഗ്നാത്മനായിട്ടുണ്ടാകുന്ന ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായി വ്യാഴ ദൃഷ്ടിയിൽ ഒരു പൂർണ്ണമായ രാജയോഗത്തിന്റെ ലക്ഷണമായിട്ടത് വന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും നമ്മുടെ ലക്ഷ്യം ഒരു ക്ഷേത്ര നിർമ്മാണം എന്നുള്ളതായതുകൊണ്ട് ആ ലക്ഷ്യത്തിന്റെ പൂർണ്ണത നമുക്ക് പ്രാപിക്കാൻ സാധിക്കും എന്നായിരിക്കണം സുഖകൃത്ത് എന്നുള്ള ശബ്ദത്തിന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗ്രഹത്തിന് സ്വക്ഷേത്രബലം വന്നു കഴിഞ്ഞാൽ പറയപ്പെട്ടിട്ടുള്ള പ്രഭുപരിഗ്രഹാദായതിയും പ്രഭുത്വം അഭിവാസു ഗ്രഹസ്ഥിതിയും അചഞ്ചലാം പ്രാപ്നുയാത് നവം ഭവനം ഉർവരാക്ഷിതിം ഉപൈതികാലേ സുഖേ ജനേ ബഹുമതിയും പുനഃ സകല നഷ്ടവസ്തുന്യപി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്വക്ഷേത്ര ബലത്തിൻ്റെതായ വിഷയം, അത് ഇവിടെ ഏറ്റവും അനുകൂലമായ അവസ്ഥയാണ്. പ്രഭുപരിഗ്രഹാദായതിയും പ്രഭുത്വം എന്ന് പറഞ്ഞാൽ പ്രഭുവിനാൽ പരിഗ്രഹമായിട്ട് പ്രഭുത്വം വരും. ഇപ്പൊ ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തികളാൽ പരിഗ്രഹിക്കപ്പെട്ട് സ്വീകരിക്കപ്പെട്ട് പ്രഭുത്വം, അതിലൂടെ ഉണ്ടാവുന്ന പ്രഭുത്വം വന്നു ചേരും. അഭിവാഗ്രഹസ്ഥിതി അചഞ്ചലാം പ്രാപ്തിയാത്, ചാഞ്ചല്യമില്ലാത്ത ഒരു ഗ്രഹസ്ഥിതി അഥവാ ഒരു വർത്തമാന ഭാവി ഫലങ്ങൾ ചാഞ്ചല്യമില്ലാതെ നിലനിൽക്കും. നവം ഭവനം, നൂതനമായിട്ടുണ്ടാകുന്ന സംരംഭങ്ങൾ, ക്ഷേത്ര നിർമ്മാണാദി ഗൃഹനിർമ്മാണാദി കാര്യങ്ങളെല്ലാം ഇവിടെ സംഭവിക്കും. ഉർവരാക്ഷിതിം ഉപൈതി, സർവസസ്യാഢ്യയായിട്ടുള്ള ഭൂമിയായിട്ട് പരിവർത്തനം ചെയ്യപ്പെടും. ഉർവര സർവസസ്യാഢ്യ, സർവതരത്തിലുണ്ടാവുന്ന കാർഷിക വിഭവങ്ങളോടുകൂടെ ഭൂമി ശ്രേയസ്സിനെ പ്രാപിക്കും.
ജനേ ബഹുമതി, ഈ പ്രദേശവാസികളായിട്ടുണ്ടാവുന്ന ജനങ്ങളിൽ ഒരു ബഹുമാനം എന്ന് വെച്ചാൽ അവിടെ അങ്ങനെയായിരുന്നു, ആ ദേശം അങ്ങനെയാണ് എന്നുള്ള അനവധി ദുഷ്പേരുകൾ സംഭവിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് അതിനൊക്കെ മാറ്റം വന്ന് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ജനേ ബഹുമതി, ഒരു ബഹുമാന്യമായിട്ടുള്ള ഒരു സ്ഥാനമാനാദി വിഷയങ്ങൾ പ്രദേശത്തുകാരിലേക്ക് സംഭവിക്കും. പിന്നെ സകല നഷ്ടവസ്തുന്യപി, നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങൾ അത് പഴയകാല പ്രൗഢിയോടുകൂടെ തിരിച്ചു വരാനും ഇടവരും. ഇതാണ് ആ ചന്ദ്രന്റെ സ്വക്ഷേത്ര വിഷയത്തെ കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഇതില് ആദ്യമായിട്ട് നമ്മള് ഈ ചന്ദ്രൻ തന്നെ താമ്പൂലഗ്രഹമായിട്ട് വരികയും അത് നമ്മള് നേരത്തെ ചർച്ച ചെയ്തപ്പെട്ട ഈ ഛത്രരാശിയുടെയും ഉദയരാശിയുടെയും എല്ലാം നാഥനായിട്ടുള്ള ചന്ദ്രനായിട്ട് വരികയും ഒക്കെ ചെയ്തതുകൊണ്ടും വ്യാഴത്തിന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ചന്ദ്രനായതുകൊണ്ടും എല്ലാം അതിലെ ഒരു പവിത്രത അഥവാ ഒരു ദൈവികത അതിനെ കാണേണ്ടതായിട്ട് ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഭൂപ്രദേശം നൈസർഗികമായി വിശിഷ്ട തീർത്ഥത്തിന്റെ സങ്കേതമാണ് എന്നുള്ളത് ഒന്ന്. രണ്ടാമതായിട്ട് വിശിഷ്ട നാഗങ്ങളുടെ സാന്നിധ്യം ഉൾക്കൊള്ളുന്നതാണെന്ന് രണ്ട്. മൂന്നാമതായിട്ട് വിശിഷ്ടയായ ശ്രേഷ്ഠയായ ഒരു ഭഗവതിയുടെ സാന്നിധ്യം ഉൾക്കൊള്ളുന്നതാണെന്ന് മൂന്ന്. ഇതിനൊക്കെ പുറമെയായിട്ട് ശിവന്റെ ശക്തമായ സാന്നിധ്യം നിലനിൽക്കുന്ന സ്ഥാനമാണ് എന്ന് നാല്. ഈ നാല് വിഷയങ്ങളിൽ പ്രാഥമികമായിട്ട് ചിന്തിക്കേണ്ടതായ ഛത്രരാശിയിലെ ചന്ദ്രൻ വിശിഷ്ടമായ തീർത്ഥത്തിന്റെ ഗമനസ്ഥാനം എന്ന് നമ്മൾ നേരത്തെ കണ്ടുവച്ചതിനെ ഒന്നുകൂടെ വ്യക്തമാക്കേണ്ടതാണ് ഈ അവസരത്തില്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ തീർത്ഥസങ്കേതം ഇപ്പോൾ നിലനിൽക്കുന്നതാണോ, അത് പുനഃസ്ഥാപിക്കപ്പെടേണ്ടതാണോ, പുനഃസ്ഥാപിക്കപ്പെടാൻ സാധ്യതയുണ്ടോ, ഭാവിയിൽ അത് ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കണം, അതിന്റെ ഉത്ഭവ പര്യവസാന സ്ഥാനം എങ്ങനെ നിർണയിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഘട്ടം ഘട്ടമായിട്ടുള്ള ചിന്തയിലൂടെ നമുക്കൊരു വിഷയം വേണ്ടതുണ്ട്. ഈ ദേവാംഗനാവാസ തടാകരമ്യം ജലാന്തികം കർക്കടകസ്യ രാശേഹ, അത് അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഈ ചന്ദ്രനിലേക്കുള്ള വ്യാഴദൃഷ്ടി, ബലവാനായ വ്യാഴത്തിന്റെ ദൃഷ്ടി, സൂര്യക്ഷേത്രത്തിൽ നവാംശം ചെയ്ത വ്യാഴത്തിന്റെ ദൃഷ്ടി, ഒരു ദേവതാകലയുടെ ചിന്ത കർക്കടക രാശിയെ കൊണ്ട്. അല്ല, ഈ നാല് വിഷയങ്ങളെ സംബന്ധിച്ചും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ദേവതാ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്, തീർത്ഥ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ദേവതാ വിഷയം ആ ചന്ദ്രനിലേക്കുള്ള നാലിലും എട്ടിലും ഒരേ കാലത്തിൽ ഭാഗത്ത് വരുമ്പം